Tell me all the things you've done for love, all the things you've done for love. I'll hold tight to keep from cold. Tell you all the things I've done for love, all the things I've done for love. Darling, let's go walking down your favorite city street. Every little moment I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you. Love, what can be undone? Tell me all the things you've done for love, all the things you've done for love. I'll hold strong to keep from fall. Tell you all the things I've done for love, all the things I've done for love. Every little moment I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജോൺസിനെയും ശോഭയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സിസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനാലിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഇവിടുത്തെ വികാരിയച്ഛൻ്റെ പേരിൽ ഈ ഇടവകയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഷിൻഡോ പോർത്തുടലച്ഛനാണ്, ശോഭയുടെ കസനും. അതോടൊപ്പം വിശുദ്ധീതി CMI സ്കൂളിൻ്റെ മാനേജരും സോപാനത്തിൻ്റെ ഡയറക്ടറുമായിട്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ്റെ കൂടെ ഓസ്റ്റിൻ അച്ഛനും വന്നിട്ടുണ്ട് ആസനത്തിൽ നിന്ന്. അതോടൊപ്പം അങ്ങേയറ്റത്ത് നിൽക്കുന്നത് കളത്തൂരച്ഛനാണ്. അച്ഛന് മൂവാറ്റുപുഴ നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്നു. ഇത് സദാൻ മേലട്ടച്ഛൻ. അച്ഛൻ വെള്ളത്തൂരിൽ നേരത്തെ വികാരിയായിട്ട് ഇരുന്നതാണ്. ഞാനും അച്ഛൻ്റെ കൂടെ ഒരു വർഷം കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു മാതൃകയും അതോടൊപ്പം ഒരു കലാകാരനും എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യതയോടുകൂടി ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ഛനെയും ഏറെ സ്നേഹത്തോടുകൂടി കോർത്തുടൽ കുർബാനയുടെ പേരിൽ ഈ തിരുക്കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തോമസ് കൊട്ടപ്പുറലച്ഛൻ അച്ഛനെ കോട്ടയത്ത് ജോൺസിൻ്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. അച്ഛൻ ഞാനും ചിന്തക്കാരും കൂടിയാണ്. അച്ഛനെയും വ്യവസായത്തോടെ ഈ തിരുക്കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും കൃത്യപൂർവ്വം ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കാൻ നമുക്ക് പ്രാർത്ഥനപൂർവ്വമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ സ്തുതി, ദൈവത്തിന്റെ സ്തുതി, ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദ്യം മനുഷ്യനെ പുരുഷ സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ യിസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റെബേക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി മുമ്പിൽ അണിഞ്ഞിരിക്കുന്ന മരിയയും ജോൺസനെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. കർത്താവ് നിങ്ങൾ അനുഭവിച്ചറിയുകയും യിസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനം അണിഞ്ഞിരിക്കുന്ന ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. ധനികർ ദരിദ്രരാകാം, വിശുദ്ധവരെയ കർത്താവിനെ നേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? അകത്തിരുന്ന് അകന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. യിസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനം തടഞ്ഞിരിക്കുന്ന ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും
സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. വധൂവരന്മാരെ, മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ, സ്നേഹിതരെ, വിവാഹം എന്ന വലിയ ആഘോഷയുടെ മുന്നൊരുക്കമായിട്ട് വിവാഹ വാഗ്ദാനത്തിന് വേണ്ടി പരിശുദ്ധമായ ഈ ആലയത്തിൻ്റെ തലത്തിലേക്ക് രണ്ട് കുടുംബങ്ങളിലെ വിഭിന്നമായ സാഹചര്യങ്ങളിലും കടന്നു വന്നിരിക്കുന്ന വ്യക്തികളും വ്യക്തിത്വങ്ങളുമാണ് ഇവിടെ കൂടിയിരിക്കുക. ആദ്യമേ തന്നെ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ജോൺസിനും വലിയ ശോഭയ്ക്കും പ്രത്യേകമായിട്ട് ആശംസകൾ അർപ്പിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഈ വധൂവരന്മാരുടെ ജീവിതത്തിലെ ഭാവങ്ങൾ നേർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വലുതാൽ ചവിട്ടി ദൈവപ്രമാണങ്ങളെ ഹൃദയത്തിലേറ്റി സഭയുടെ നിയമങ്ങൾക്ക്
ജീവിതത്തെ ക്രമീകരിച്ച് നല്ല മാതാപിതാക്കളുടെ ആ പരിപാലനയിൽ കടന്നു വന്ന 2 ഹൃദയങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും മറ്റ് സഹവർത്തികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. നമ്മൾ മറന്നു പോകരുത്. കാലഘട്ടത്തിൻ്റെ ചുറ്റുപാടുകളും കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നുള്ള വിവാഹങ്ങൾക്കൊക്കെ ഏറെ പ്രാർത്ഥനയും ഏറെ ആത്മവിശ്വാസങ്ങളുമൊക്കെ കൊടുക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സഭ വലിയൊരു ആത്മവിശ്വാസം കൊടുത്താണ് ഇവരെ ആലയത്തിൻ്റെ യുക്ത നടുവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകമായ പരിശീലനങ്ങൾ, പ്രത്യേകമായ ദൗത്യ ചിന്തകളൊക്കെ കൊടുത്ത് അതിൻ്റെ മുന്നൊരുക്കം നടത്തി കടന്നു വന്നിരിക്കുന്നവർക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് എപ്രകാരം ദൈവികമായ സഭാത്മകമായൊരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മബലം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മാതാപിതാക്കളുടെ നിരന്തരമായ ഒരു പ്രാർത്ഥന, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ഏറ്റെടുത്തിരിക്കുന്ന നൊമ്പരങ്ങൾ, അവർക്ക് വേണ്ടി അവർ ഏറ്റെടുത്ത ത്യാഗങ്ങൾ, ഇതൊക്കെ ഇവർക്ക് കൂട്ടായിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ കുടുംബങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ഞങ്ങൾ തന്നെയല്ല ഈ കുടുംബജീവിതം നയിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും ഞങ്ങളുടെ ബന്ധുമിത്രങ്ങളും സർവോപരി ദൈവവും കൂട്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. നിങ്ങൾക്ക് സാക്ഷിയായിട്ട് ദൈവം തന്നെ കൂട്ടായിട്ടുണ്ട് എന്ന് ഓർക്കുക. സ്നേഹമുള്ള മധുപരന്മാരെ, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ധാരാളമായ കാര്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ ആത്മാർത്ഥതയുടെ കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സ്വാമിക്കും ആ പിതാവിൻ്റെ ആ മാതാവിൻ്റെ ആ നല്ല കാഴ്ചപ്പാടുകളൊക്കെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന് കുറച്ച് ബുദ്ധിമുട്ട്. ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ പോരുന്ന എല്ലാ കാഴ്ചപ്പാടുകളും ആ കുടുംബത്തിൽ കിട്ടുമെന്നും എനിക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, ദേവാലയമായിട്ടൊക്കെ നല്ല ദൈവത്വമുള്ള ഒരു കുടുംബം, അതുപോലെ തന്നെ നല്ല മാതാപിതാക്കളുടെ നല്ല പരിധാരണയിൽ ആ വിശ്വാസ ബോധ്യങ്ങളൊക്കെ കടന്നു വന്നിരിക്കുന്ന ഒരു കുടുംബമാണ്. ആ മാതാപിതാക്കൾ ലോൺസിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പിൻബലങ്ങൾ ലോൺസിന് ശക്തി നൽകുന്നതാണ്. ഇവിടെ എല്ലാം സമ്മേളിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥ കൂടി നിങ്ങൾ ഏറ്റെടുത്തു കൊള്ളുക. കല്യാണ വീട്ടിൽ അസ്വസ്ഥതകൾ വരുമ്പോൾ കടന്നു വന്ന് ആ അസ്വസ്ഥത മനസ്സിലാക്കുകയും അതിനെല്ലാം ഒരു പരിഹാരം സമാധാനത്തിൻ്റെ ചിന്ത കൊടുക്കുവാൻ, മകനെ പിടിച്ച് കൂട്ടായിട്ട് കൊടുക്കുവാൻ സാധിക്കുന്ന ഒരമ്മയുടെ ആ ഹൃദയഭാവം, ആ മാധ്യസ്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായിട്ടുണ്ടാകട്ടെ. ജപമണികൾ കരങ്ങളെടുത്ത് ചലിപ്പിക്കുവാനും പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ കുടുംബത്തിൽ ഉത്തരോത്തരം കൊടുക്കുവാനും ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അമ്മയുടെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാനും പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പോലെ അമ്മയുടെ കരം പിടിച്ച് ജപമാല ചൊല്ലി മുന്നോട്ട് പോയാൽ തകർച്ചകൾ ഉണ്ടാകില്ല, പരാജയങ്ങൾ ഉണ്ടാകില്ല. ദൈവം കൂടെയുണ്ട്, അമ്മ കൂടെയുണ്ട്, മകനും കൂടെയുണ്ട് എന്നല്ല ബോധ്യം. മകനും കൂടെയുണ്ടെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നന്മകളും സ്വർഗീയമായ അനുഭവങ്ങളും ഒക്കെ കിട്ടും. അതൊക്കെ ബോധ്യത്തോടുകൂടിയായിരിക്കട്ടെ. എല്ലാവിധ മക്കളും നിങ്ങൾക്ക് ഹൃദയബോധം നേരുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വഴിയിൽ, സഭയുടെ വലിയ ആ ശക്തിയുടെ വഴിയിൽ ചൂടുകൾ വെച്ച് ഈ ജീവിതത്തെ തമ്പുരാൻ്റെ പരിശുദ്ധമായ അൾത്താരയിലേക്ക് സമർപ്പിച്ച് ഈ ജീവിതം ആരംഭിക്കുക. ദൈവം എന്നെ അനുഗ്രഹിക്കും. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതർ ആകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കൂദാശ
ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ജോൺസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ശോഭ എന്ന് വിളിക്കപ്പെടുന്ന മരിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തപ്പോ, മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ജോൺസനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ ജോൺസനെയും മരിയെയും മിസ്യം അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാര്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങൾ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാർ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആദിസ്യങ്ങൾക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനം നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടെ തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം എന്ന കുദാശിക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
I'm honored to host your function. I'll be hosting the formal ceremony on the stage today. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നൊരിടയെ ഞാൻ നൽകും. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ശോഭയുടെയും ജോൺസിൻ്റെയും എൻഗേജ്മെന്റ് ഫംഗ്ഷനിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദേവാലയത്തിൽ ദൈവത്തിന് മുമ്പിൽ ഇനിയുള്ള ജീവിതം ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് സമ്മതം അറിയിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റാർസ് ഓഫ് ദ ഡേ ശോഭയും ജോൺസേനും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ അവരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും എങ്കിലും ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്താം. A beautiful bride, ശോഭ മരിയ മാനുവൽ, വെള്ളത്തൂർ കോഴിക്കോട് കുടുംബാംഗമാണ്. She has completed BSc Mathematics from Pavanama College, Mullayanagiri, and is currently working as a girl cadet instructor at Perunna, Chennasheri. She is a very loving, hardworking, and caring person who spreads warmth and love wherever she is. Coming to our groom, John Spino, Chennasheri Manguri Kudubhagamana. He has completed D.Ed from Government TTI Kottayam and have a degree in BE English and is also pursuing his PG in MA English from IGNOU University. He is currently working as a teacher at Sister Alphonsus UP School, Nedumani, Karugachal. നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് ഒരു വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരുന്നത് മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്നതും കൂടിയാണ്. ഇന്ന് ഇവരുടെ ഈ ദിവസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും ഇതിനുവേണ്ടി കാത്തിരുന്നതും ഒക്കെ ഇവരുടെ കുടുംബാംഗങ്ങളാണ്. അതെ, നമ്മുടെ ഈ സ്റ്റേജ് പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് ഇവരുടെ കുടുംബാംഗങ്ങളെ വേണം. അപ്പോൾ ഈ രണ്ട് കുടുംബാംഗങ്ങളെ ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. I request them to join the stage as I introduce them. അപ്പം ശോഭയുടെ ഫാമിലിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ പേര് മറിയം എന്നാണ്. ആൻഡ് ഷീ ഈസ് എ വെരി ലവിംഗ് അമ്മച്ചി. സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ശോഭയുടെ അമ്മച്ചി മറിയം അമ്മച്ചി നമ്മുടെ കൂടെ. അമ്മച്ചിക്ക് സ്റ്റേജിലോട്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മച്ചി താഴെ ഇരിപ്പുണ്ട്. ഈ ശോഭയുടെ മദർ Sandy John is from Kadapirikal family, Kavakad. She has been a pillar of love and strength in Shobha's life. ഇന്ന് ഈ മംഗളാറിന് ഇവിടെ നടക്കുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിയാണ് ശോഭയുടെ പപ്പ. Shobha's father, like Johnny Kolkadal, was a humble and loving person, a great farmer who worked hard and passed on his strong values to his children. ഏറ്റവും സ്നേഹത്തോടെ ജോണി പാപ്പനെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. Though he is not with us today, his blessings are always with her. ഇന്നത്തെ ഈ ദിവസം സ്വർഗത്തിൽ ഇരുന്ന ജോണി പാപ്പൻ ഈ ചടങ്ങ് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. Coming to Shobha's siblings, Shobha is blessed with two wonderful siblings. Her brother, Sovereign Joe Manuel, has completed MSc B.Ed Mathematics. And he is currently working as a teacher at Kumeri Public School, Panakkudi. And his sister, D.T. Teresa Manuel, who is preparing for SSC. പിന്നെ ബ്ലൂംസ് ഫാമിലിയിലേക്ക് വരുമ്പോൾ ജോൺസേട്ടൻ്റെ ഗ്രാൻഡ് പേരൻറ്റ് ത്രേസ്യാമ്മ കുര്യൻ അമ്മച്ചി വന്നിട്ടുണ്ട്. ആൻഡ് ജോൺസേട്ടൻ്റെ ലവിംഗ് പേരൻസ്, ഹിസ് ഫാദർ മിസ്റ്റർ ബിനു ജോയ് മങ്കുഴി is a headmaster at St. Andrews LP School, Kurupanaram, Chennasheri. His mother, Mrs. Mini Kurian, is from Vettikattu Puthamparmai family. She is a teacher at St. Teresa's HSS, Varanthi, Chennasheri. The love and guidance have shaped Johns to the wonderful person he is today. John said in their siblings, he has a twin brother James, who works as an accountant at St. Thomas Nursing College, Chettupura, Chennasheri, and his sister Josna, who is currently doing her nursing internship at Alappuzha Government Medical College.
we're 16. We want the same things, we dream the same dreams. Alright, alright. I got it all, cause she is the one. Her mom calls me love, but dad calls me son. Alright, alright. So mean, and every jaw drop when she's in those jeans. Alright, alright. I don't exist if I don't have her. The sun doesn't shine, the world doesn't turn. Alright, alright. But I know for sure. Everybody wanna steal my girl. Everybody wanna take her all away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Everybody wanna steal my girl. Everybody wanna take her all away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Oh yeah. She knows that I never let her down before. And she knows that I'm never gonna let another take a love from me now. Everybody wants to steal my girl. Everybody wants to take her love away. In the whole wide world. You into my heart, I really want you, girl. And I dream about you, girl. I will never let you go. You into my soul, I won't forget you, girl. You left me all alone, and I hate that I love you, girl. I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I
I promise you a reason to smile. I promise you a reason to smile. I got a feeling, yeah, yeah. You got a feeling. I gotta promise you I will encounter. I promise you I'll make you what you say. I wanna cut you down, down. I want you to love me again. Sometimes the waves, they keep on crashing in. Sometimes the rain, it never seems to end. I'll be alright, my friend, if you stay by my side. Sometimes our worries get the best of us. Sometimes the hardest we try is not enough. All will be well as long as you stay by my side.
You help me take this weight off my shoulders. Always run my way when I call you. You're the anchor I'm holding tight on to. You are my home away from home. Home away from home. Home away from home. Home away from home. Some days I wonder if the sun will shine. Some days I pray for just a ray of light. Come take my hand and tell me you'll stay by my side. Some days I feel like I'm against the wall. Some days I feel I'm barely holding on. All will be well as long as you stay by my side. Help me take this weight off my shoulders. Always run my way when I call you. You're the anchor I'm holding tight on to. You are my home away from home. Home away from home. Home away from home. Home away from home. Whoa, I know I am not alone. Whoa, you're my home away from home. Help me take this weight off my shoulders. Always run my way when I call you. You're the anchor I'm holding tight on to. You help me find my way when I'm searching. Brighten up my day when I'm hurting. You're the anchor I'm holding tight on to. You are my home away from home. Home away from home. Home away from home. Home away from Morning light breaking through the eastern hills. Just you and me, while the earth stands still. Dashboard